പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുന്നു, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യേശുനാഥൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ സമയമായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വചനമാണിത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകുമെങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന്. ഈ ലോകത്തിൽ യേശുവിന് ധാരാളം സഹിക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ ശിഷ്യന്മാർക്കും സഹിക്കേണ്ടതായി വരുമെന്നും ധൈര്യം അവലംബിക്കണമെന്നും ആണ് യേശുനാഥൻ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചത്. ഇന്ന് യേശുനാഥൻ നമ്മോടും പറയുന്നത് ഇത് തന്നെയാണ്. ലോകത്തിൽ സഹനങ്ങളും വേദനകളും നമുക്ക് ഉണ്ടായിരിക്കും. നാം നഷ്ടധൈര്യരാകരുത്. യേശുനാഥൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അത് നമുക്ക് ധൈര്യം നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഒരു തിരുവചനമാണ്. സഹനങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഓരോരുത്തരുടെയും സഹനങ്ങൾ വ്യത്യസ്തങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ. സഹനങ്ങൾ നമ്മൾ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. സഹനങ്ങൾ മാറ്റിക്കിട്ടുവാനാണ് നാം നിത്യവും പ്രാർത്ഥിക്കുന്നത്. എങ്കിലും സഹനങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സഹനങ്ങളെല്ലാം നിത്യതയുടെ ചവിട്ടുപടികളാണ്. 1 യോഹന്നാൻ 2:6 തിരുവചനം പറയുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. ഫിലിപ്പി 2:29 ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള അവകാശം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ വഴികൾ വിശാലമാണ്, സഹനങ്ങൾ കുറവാണ്, പാപസുഖങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ജീവിക്കുകയും ചെയ്യാം. അതിനാൽ മനുഷ്യർ ഈ ലോകത്തിൻ്റെ വഴികളാണ് തിരഞ്ഞെടുക്കുവാൻ താല്പര്യം കാണിക്കുന്നത്. എന്നാൽ ഈ ലോക ജീവിതത്തിനപ്പുറം മറ്റൊരു ലോകം നമ്മെ കാത്തിരിപ്പുണ്ട്. അത് നിത്യതയുടെ ലോകമാണ്. വിശുദ്ധ മത്തായി 7:13 തിരുവചനം പറയുന്നു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. റോമ 1:16 വിശ്വസിക്കുന്നവർക്ക് സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവീക ശക്തിയാണ്. അത് വിശ്വാസത്തിൽ നിന്ന് നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കും. നമുക്ക് ഇടുങ്ങിയ വാതിൽ, അതായത് സഹനത്തിൻ്റെ വാതിൽ, മുള്ളുകളും മുൾച്ചെടികളും ഉള്ള വാതിൽ തിരഞ്ഞെടുക്കാം. സഹനങ്ങൾ നമ്മുടെ നിത്യതയിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് മനസ്സിലാക്കി പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും നമ്മുടെ പാപഭാരം മുഴുവൻ ഏറ്റെടുക്കുകയും കുരിശിൽ ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്ത യേശുവിനോട് വിശ്വസ്തരായി നാം ജീവിക്കണം. അതാണ് നാം എടുക്കേണ്ട തീരുമാനം. അപ്പോൾ സഹനങ്ങളെല്ലാം ദൈവ കരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള വൻ കൃപയ്ക്കായിട്ട് നമുക്ക് അനുദിനം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.